ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ മോയ്സ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബട്ടർ കേക്കും അതിൻ്റെ കൂടെ കാരമൽ ഫ്ലേവറും കൂടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫ്ലേവർ കോമ്പിനേഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ ഒരു കേക്ക് നമുക്കൊരു റൂം ടെമ്പറേച്ചറിൽ 7 ദിവസം വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 200 ml കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി ഇതിന് പകരമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാ കേക്കിൻ്റെ റെസിപ്പിയിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ വർക്ക് ചെയ്യില്ല, ബേക്കിംഗ് പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നമുക്കൊരു 3-4 തവണ ഒന്ന് സീവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ സീവ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഡ്രൈ മിക്സ് വരുന്നത്. ഇനി നമുക്കിതിനുള്ള വെറ്റ് മിക്സ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ബട്ടറാണിത്, അല്ലെങ്കിൽ 113 ഗ്രാമാണിത്. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട്. അഥവാ 100 ml ആണ് ഈ ഒരു പഞ്ചസാര എടുത്തേക്കുന്നത്. നമ്മുടെ ബട്ടർ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു കേക്കിന് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുക. അപ്പോൾ നമ്മളൊരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഹൈ സ്പീഡിലിട്ടിട്ട് നമ്മുടെ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പഞ്ചസാര കുറച്ചായിട്ട് അല്ലെങ്കിൽ 1-2 സ്റ്റേജസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഒരു സ്പാച്ചുല വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ തെറിച്ച് പോയിട്ടുള്ള പഞ്ചസാര ഒന്ന് ഈ ഒരു ബാറ്ററിലോട്ടേക്ക് തന്നെ ചേർക്കാം. വലിയ തരികളുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് വലിയ ആ ഒരു പഞ്ചസാര നിൽക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊക്കെ നിന്ന് തരി പോലെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 മുട്ടയാണ് ആവശ്യമുള്ളത്. അതിനാൽ ഞാൻ ഓരോ മുട്ടയായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ സ്പീഡിലിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മാത്രമല്ല മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഗ്ഗ് മിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് എഗ്ഗും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ സൈഡിലൊക്കെ കേക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ച് വീണ്ടും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഗ്ഗും ബട്ടറും ഒന്നും റൂം ടെമ്പറേച്ചറിലല്ല, തണുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ബാറ്റർ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി പിരിയുകയാണെങ്കിൽ അത് നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറിനെ നന്നായിട്ട് ബാധിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ മിക്സ്ചറിന് ഒരു 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ ഈ മൈദയുടെ മിക്സ് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ലോയിലിട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും കുറവ് തവണ ബീറ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എത്രയും കുറവ് സമയം നമുക്ക് ബീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മിക്സ് ചെയ്ത് തരാൻ പറ്റുക, അത്രയും കുറവ് മാത്രം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആ ഒരു ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ പൊടിയുടെ ഭാഗമുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ആ ഒരു ബാറ്ററിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനെ വീണ്ടും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യാം. ആ പൊടിയും ബാറ്ററും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് വരെ മാത്രം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും നല്ലൊരു ഭാഗം ഞാൻ എടുത്തിട്ട് അതിൽ നമ്മൾ കാരമൽ ഫ്ലേവർ ചേർക്കാണ്. ഞാനിവിടെ അതിനായിട്ട് ദുൽസെ ലെച്ചെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കാരമൽ സോസ് ആയി കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. ദുൽസെ ലെച്ചെ വീട്ടിലുണ്ടാക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്രഷർ കുക്കറിലോട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് വിസിലും വെച്ച് കൊടുക്കുക. പക്ഷേ വിസിലടിയാത്ത രീതിയിൽ നമ്മളൊരു 1/2 മണിക്കൂർ കുക്ക് ചെയ്യുക, സിമ്മർ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ദുൽസെ ലെച്ചെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഈ കേക്കിനുള്ള ടിൻ ഞാനിവിടെ റെഡിയാക്കാണ്. ഒരു ബട്ടർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും ചെയ്തു. അതിനുശേഷം നമ്മൾ കേക്ക് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി ഞാൻ ബട്ടർ പേപ്പറും കൂടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തു. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ കേക്ക് ബാറ്റർ നമുക്ക് സെറ്റ് ചെയ്യാം. ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ പാച്ചസ് പോലെ ഈ ഒരു ബാറ്റർ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ബാറ്റർ മുഴുവനായിട്ട് തീർന്നത് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ടിന്ന് റെഡിയാക്കിയെടുക്കാം. ഓക്കെ, അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുകയും ചെയ്യാം. കാരണം നമ്മൾ ഇതുപോലെ ചെയ്തുകൊണ്ട് തന്നെ വലിയ ഗ്യാപ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇടയിൽ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. അതിനുശേഷം ഒരു സ്ക്വയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ ഒരു മിക്സായ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഇനി നമ്മളിതിനെ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവണിൽ ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കേക്കാണ്, സോ കുറച്ചധികം സമയം വേണ്ടി വരും.
അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ആ പാത്രത്തിൽ തന്നെ വെക്കാം. അതിനുശേഷം ഒരു വയറാക്കിലോട്ട് മാറ്റി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കൂളാക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്കിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഞാനൊരു അവൻ സീരീസ് അല്ലെങ്കിൽ ബേക്കിംഗ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.